വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AR മീഡിയ. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പടത്തിൻ്റെ റിവ്യൂ ആണ്. പടം പക്ക ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഹാഫ് സൂപ്പർ പൊളിയായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അറിയില്ല ഫസ്റ്റ് ഹാഫ് തീരണത്, അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളതിലിരുന്ന് പോകും. പിന്നെ പൃഥ്വി ബേസിൽ ആ ഒരു കോംബോ അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും ഈ ഒരു പടം ഇങ്ങോട്ടാണ് പോകണമെന്ന് ഉള്ള ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടും. പക്ഷെ എങ്കിലും അതൊന്നും ബാധിക്കാത്ത രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് അവർ എൻഡ് ചെയ്ത് നിർത്തുന്നത്. പിന്നെ സ്റ്റോറി വൈസ് ആണെങ്കിലും ഒരു വെറൈറ്റി സ്റ്റോറി ആയിട്ട് തോന്നി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോറി പോലെ എനിക്ക് തോന്നി. ഇനി ഈ ഒരു സ്റ്റോറി വേറെ ഏതെങ്കിലും സിനിമയിൽ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയണത് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു രണ്ടേകാൽ മണിക്കൂർ എത്തിക്കാൻ വേണ്ടി ചെയ്തു വെച്ചേക്കണ പോലെ തോന്നി. ബട്ട് കോമഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു സ്ക്രീൻ പ്ലേ വൈസ് ആയിട്ടാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ യൂട്യൂബേഴ്സിലും മിനി സ്ക്രീനിലും കണ്ട ഒരുപാട് മുഖങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെയുള്ള ഒരുപാട് പേർക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. മീൻസ് ഇന്നൊരു ക്യാരക്ടർ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റോള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ യോഗി ബാബുവിനെ പോലുള്ള ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും ആ ഒരു ക്യാരക്ടേഴ്സിനെ. ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു യോഗി ബാബു ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു. അതേപോലെ പക്ഷേ ഈ ഒരു പടത്തിൽ നമുക്ക് ആ ഒരു റോള്, യോഗി ബാബുവിന് കിട്ടിയിരിക്കുന്ന ആ ഒരു റോള് മലയാള സിനിമയിൽ വേറെ ആർക്ക് കൊടുത്താലും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ആർക്ക് കൊടുത്താലും ഓക്കെ ആകാൻ പറ്റുന്ന ഒരു റോളാണ് യോഗി ബാബുവിന് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് സീൻ പറയാനാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്ന പോലെ തോന്നി. ക്ലൈമാക്സ് അതിലൊരു എൻട്രി വരുന്നുണ്ട്, ക്ലൈമാക്സിൽ ഒരു എൻട്രി വരുന്നുണ്ട്. അതും ആ ഒരു കോമഡി ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കോമഡിയും വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ഫൈറ്റ് സീനിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല, ഒരു അനാവശ്യമായിട്ട് തോന്നി. ഇനി മാസ് കാണിക്കാനാണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഫൈറ്റ് വേണം എന്നുള്ള രീതിയിൽ എടുക്കാനാണോ എന്നറിയില്ല. ആ ഒരു ഫൈറ്റ് എനിക്കൊരു അനാവശ്യമായിട്ട് തന്നെ തോന്നി. പിന്നെ നമ്മൾ ജയ ഹേ ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതായത് നമ്മൾ ജയ ഹേ ഒക്കെ വിചാരിച്ച് പോകേണ്ട സിനിമയല്ല ഇത്. നമുക്ക് പാരൻസായിട്ടും ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പക്ക ഒരു ഡീസൻറ്റ് കോമഡി മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഓക്കെ, എനിക്ക് പേഴ്സണലി ഒരു പടം ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി പടം കണ്ടിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അതിൽ ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഒരു വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡീസൻറ്റ് കോമഡി മൂവി. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് AR മീഡിയ.